ഹായ് ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കാൻ ഇത് ഹാപ്പി ലൈഫ് വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് തങ്കമണി മൈ എക്സ്പെക്റ്റേഷൻ, തങ്കമണി സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. തങ്കമണി, ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രം. 2024 പുറത്തിറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. മാർച്ച് 7 ചിത്രം തിയേറ്ററുകളിലെത്തും. 2023 വോയിസ് ഓഫ് സത്യനാഥനും ബാന്ദ്രയും വരുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ. വോയിസ് ഓഫ് സത്യനാഥൻ ഹിറ്റടിച്ചെങ്കിലും ബാന്ദ്ര വളരെയധികം നിരാശപ്പെടുത്തി. അപ്പോൾ അതിനുശേഷം പുറത്തിറങ്ങുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിന് മേൽ ഇത്രയേറെ ഹൈപ്പ് വരുവാനായിട്ട്, അല്ലെങ്കിൽ ചിത്രം ഇത്രയേറെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, റിയലായിട്ട് നടന്നൊരു സംഭവത്തെ സിനിമയാക്കിയിരിക്കുകയാണ് സംവിധായകൻ രതീഷ് രഘുനന്ദൻ. അതുകൊണ്ടാണ് ഈ ചിത്രം ഇത്രയേറെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അതായത് റിയലായിട്ട് നടന്ന സംഭവം, അതായത് 1986 ഒക്ടോബർ 21 ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമമായ തങ്കമണിയിൽ ഒരു ബസ് യാത്രയെ തുടർന്നുണ്ടായ ഒരു സംഭവം. അത് ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭയെ തന്നെ താഴേക്ക് വീഴിക്കണമെങ്കിൽ ആ സംഭവത്തിൻ്റെ ഗൗരവം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം, സോഷ്യൽ മീഡിയ പോലും ഇല്ലാതിരുന്നൊരു കാലത്ത് വൻ കോളിളക്കം സൃഷ്ടിക്കുകയും കെ കരുണാകരൻ മന്ത്രിസഭയെ താഴേക്ക് വീഴിക്കുവാനും കാരണമായൊരു സംഭവമായിരുന്നു ഈ തങ്കമണി സംഭവം എന്നത്. അതായത് 1986 ഒക്ടോബറിൽ സംഭവം നടക്കുന്നു. തുടർന്ന് 5 മാസങ്ങൾക്ക് ശേഷം 1987 ഇലക്ഷൻ നടക്കുന്നു. ഈ ഒരു സംഭവത്തെ തുടർന്ന് മന്ത്രിസഭ പരാജയപ്പെടുന്നു. കെ കരുണാകരൻ മന്ത്രിസഭ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയേറെ കോളിളക്കം ഉണ്ടാക്കിയൊരു ഒരു സംഭവമായിരുന്നു ഈ തങ്കമണി എന്നത് ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അത് സിനിമയാകുമ്പോൾ അത് കാണണമെന്നുള്ളൊരു ആകാംക്ഷ എല്ലാവരിലും ഓട്ടോമാറ്റിക്കായിട്ടും ഉണ്ടാവും. അത് തന്നെയുമല്ല, സമീപകാലങ്ങളായിട്ട് മലയാള സിനിമയിൽ റിയലായിട്ട് നടന്ന സംഭവങ്ങളെ സിനിമയാക്കുമ്പോൾ പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് കാണുന്നത്. അതിന് ഉദാഹരണമാണല്ലോ 2018 വൻ വിജയവും ഒടുവിൽ ഇതാ ഇപ്പോൾ തിയേറ്ററിൽ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സും അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയേറെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, സംവിധായകൻ രതീഷ് രഘുനന്ദൻ, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ചിത്രമാണ് തങ്കമണി എന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിലൂടെ തന്നെ അദ്ദേഹം നമ്മളെ ഞെട്ടിച്ചതാണ് ഉടൽ എന്ന സിനിമ. അപ്പോൾ പണി അറിയാവുന്ന സംവിധായകൻ്റെ കയ്യിൽ ഒരു മുൻനിര നായകനെ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ആ സിനിമ നല്ലൊരു ക്വാളിറ്റിയിൽ നല്ലൊരു മേക്കിംഗ് ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം ദിലീപിനെ കൂടാതെ നീത പിള്ള, പ്രണീത, സിദ്ദിഖ്, മനോജ് കെ ജയന്, അജ്മൽ, അങ്ങനെ നീണ്ടുപോകുന്നു, സുദേവ് നായർ, ജോൺ വിജയ്, അങ്ങനെ നീണ്ടുപോകുന്നു താരനിര. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിക്കുമെന്നത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം ഇതിലെ പാട്ടുകൾ, വില്യം ഫ്രാൻസിസ് ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതും ഈറൻ കണ്ണിൽ എന്ന സോങ്ങൊക്കെ വളരെയധികം ഹിറ്റായി കഴിഞ്ഞു. കാരണം ആ ഒരു സോങ് ആദ്യം കണ്ടപ്പോൾ തന്നെ നല്ലൊരു മെലഡി ഇങ്ങനെ ഉള്ളിലേക്ക് കയറി. അതിൻ്റെ വിഷ്വൽസും പിന്നെ നല്ലൊരു മെലഡി, നല്ല സുഖമുള്ളൊരു മെലഡി കേൾക്കുവാനായിട്ടുള്ള ആ ഒരു സംഭവം, അങ്ങനെയൊരു സോങ്സാണ് ഇതിൽ മ്യൂസിക് ഡയറക്ടർ ഒരുക്കിയിരിക്കുന്നത്, വില്യം ഫ്രാൻസിസ്. അതുകൊണ്ടൊക്കെയാണ് ഇത്രയേറെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. മെയിൻ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന തങ്കമണി സംഭവം അതെങ്ങനെ എടുത്തിരിക്കുന്നു എന്നതിനെയാണ്. ഒരു രാത്രി ഉണ്ടായ ഒരു സംഭവം, ഒരു കുഗ്രാമത്തിലെ ഒരു നൈറ്റ് ഉണ്ടായ ഒരു സംഭവം, പിന്നീട് ഒരു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച് പിന്നീട് ഒരു മന്ത്രിസഭയെ തന്നെ താഴേക്ക് വീഴിച്ചു. ഒരു ബസ് യാത്രയെ തുടർന്നുണ്ടായ സംഭവമാണ് 1986 ഒക്ടോബർ 21 ഇടുക്കി ജില്ലയിലെ തങ്കമണിയിൽ. കട്ടപ്പനയിൽ നിന്നും 16 കിലോമീറ്റർ മാറിയാണ് ആ തങ്കമണി എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഉണ്ടായ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ റിയലായിട്ട് നടക്കുന്ന സംഭവങ്ങളെ സിനിമയാക്കുമ്പോൾ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ തങ്കമണി കേരള ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലുക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.